ചെമ്പകപ്പൂ മണമുള്ള നാട്ടിലേക്ക് ദേവിൻ്റെ യാത്ര തുടങ്ങി. പക്ഷേ ആ മണം ദേവിനെ വിളിച്ചതാണോ? ദേവും ആ മണവും തമ്മിൽ എന്തായിരിക്കും ബന്ധം? നമുക്ക് കഥയിലേക്ക് പോകാം. റിസർച്ചിൻ്റെ ഭാഗമായി പല നാട്ടിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അറിയുന്നതിന് വേണ്ടി അവിടേക്ക് പോയി മനസ്സിലാക്കി ഓരോന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു യാത്രയാണിതും. ക്ഷേത്രങ്ങളും അതിൻ്റെ ഐതിഹ്യവും അവർ പിന്തുടരുന്ന അനുഷ്ഠാനങ്ങളും മറ്റും അതിൻ്റെ നന്മ പോകാതെ എഴുതി ചേർക്കാറുണ്ട്. ഒന്നിനെയും അവഗണിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യില്ല. പല അറിവുകളും കണ്ടെത്താനും മനസ്സിലാക്കാനും വേണ്ടി തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണിത്. കുളത്തൂർ എന്നൊരു ഗ്രാമത്തിലേക്കാണ് യാത്ര. അവിടെ ഒരു കുടുംബക്ഷേത്രമുണ്ട്, നൂറ്റാണ്ടുകളായി ആരാധിച്ചു വരുന്ന ദേവിയും. അങ്ങോട്ടുള്ള യാത്രയിൽ തനിക്ക് നല്ലൊരു ഉന്മേഷം തോന്നുന്നുണ്ട്. യാത്രാമധ്യേ ബുള്ളറ്റ് ഒതുക്കി ചായ കുടിക്കാനായി വഴിയിലിറങ്ങി. ആ കടക്കാരനോട് കുളത്തൂർ എന്ന ഗ്രാമത്തിനെക്കുറിച്ച് അന്വേഷിച്ചു. അവരും ആ അമ്പലത്തിൻ്റെ പ്രത്യേകതയാണ് കൂടുതലും സംസാരിച്ചത്. കുറച്ചു ദൂരം കൂടി പിന്നിട്ടപ്പോൾ കുളത്തൂർ എന്നെഴുതിയ ബോർഡ് കണ്ടു. ലക്ഷ്യസ്ഥലത്തെത്തിയ സന്തോഷത്തോടെ മുന്നോട്ട് പോയി. പോകുന്തോറും ചെമ്പകമണം തനിക്ക് ചുറ്റുമുള്ളതായി തോന്നി. അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. സമ്പദ് സമൃദ്ധമായ വലിയൊരു തറവാട്ടിൻ്റെ തിരുശേഷിപ്പ് എന്ന നിലയിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നിലംപൊത്താറായ തറവാട് കുളത്തൂർ മഠം. ദാരിദ്ര്യം വിളിച്ചോടുന്ന ചുറ്റുപാട്. കർക്കശക്കാരായ തമ്പുരാക്കന്മാരും കാരണവന്മാരും വാണിരുന്ന നാട്ടിലെ പ്രധാനപ്പെട്ട തറവാടായിരുന്നു ഇത്. ഇപ്പോൾ അവിടെ താമസം ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ഇളയ തമ്പുരാനായ മോഹൻ വർമ്മയും ഭാര്യ ലക്ഷ്മി തമ്പുരാട്ടിയും മകൻ ജയമോഹനുമാണ്. ബാക്കിയുള്ളവർ എല്ലാം വിഹിതവും കയ്യിലാക്കി പോയവരും ആധുനിക ജീവിതത്തിൽ ജീവിക്കുന്നവരുമാണ്. ഇവർ മറ്റുള്ളവരുമായിട്ട് അടുപ്പവുമില്ല. തറവാട് ക്ഷയിച്ചെങ്കിലും നാട്ടുകാരുടെ പിന്തുണയോടെ ആ അമ്പലത്തിലെ കാര്യങ്ങൾക്ക് മുടക്കം വരാതെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഉത്സവത്തിന് പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചാണ് നടത്താറുള്ളത്. കുടുംബക്ഷേത്രത്തെ നാട്ടുകാരുടെയോ ഗവൺമെൻറ്റിൻ്റെയോ കീഴിലാക്കണമെന്നുള്ള കേസ് വേറെ. ആ പകൽ മുഴുവനും യാത്ര ചെയ്ത് വൈകുന്നേരമായപ്പോഴാണ് കുളത്തൂർ എന്ന ഗ്രാമത്തിൽ ദേവ് എത്തിയത്. താമസത്തിന് ഒരു മുറിക്കേണ്ടി എല്ലായിടത്തും നോക്കിയിട്ടും കിട്ടിയില്ല. ചെറിയൊരു തട്ടുകടയിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് അടുത്തുള്ള ബസ് സ്റ്റോപ്പിലിരുന്നു ദേവ്. ഷീറ്റ് മറച്ച ബസ് സ്റ്റോപ്പിൽ 2 മുറിഞ്ഞ പോസ്റ്റുകൾ അടുക്കിയിട്ടിരിക്കുന്നു. ഇരിപ്പിടത്തിൽ ഒരു സൈഡിൽ ബാഗ് വെച്ചിട്ട് അതിൽ തലയും വെച്ച് കിടന്നു. യാത്രാക്ഷീണത്തിൽ ചെറുതായി മയങ്ങി തുടങ്ങി ദേവ്. തന്നെ പുതപ്പിക്കുന്നതായും കാലൊഴിഞ്ഞു തരുന്നതായും തലയെ തലോടി ഉറക്കുന്നതായും ഒക്കെ തോന്നി. ഇരുട്ടുമൂടിയ വഴിയിലൂടെ കൽപ്പടവുകൾ ഇറങ്ങി കുളത്തിലെ കല്ലിൽ ഇരിക്കുന്ന ഒരാൾ. അയാൾ തിരിഞ്ഞു നോക്കിയിട്ട് ചിരിച്ചിട്ട് കുഞ്ഞു കല്ലുകൾ വെള്ളത്തിലേക്ക് എറിഞ്ഞിരിക്കുന്നുണ്ട്. രൂക്ഷമായ ചെമ്പകത്തിൻ്റെ മണം തലപെരുക്കുന്നതായി തോന്നിയതും കണ്ണു തുറന്നു ദേവ്. എഴുന്നേറ്റിരുന്ന് ഒരു നിമിഷം കണ്ണടച്ചു. കുളവും കൽപ്പടവും ഒരാളും. മുഖം വ്യക്തമാക്കുന്നില്ല. ബാഗിൽ നിന്നൊരു ബുക്കും പെൻസിലും എടുത്ത് മനസ്സിലേക്കെത്തിയ കൽപ്പടവും കുളത്തിൻ്റെ ഭാഗവും വരച്ചു. ആളിൻ്റെ മുഖം വ്യക്തമായില്ലെങ്കിലും ഏകദേശം രൂപം വരച്ചുകൊണ്ട് ബുക്ക് മടക്കി വെച്ചു. എഴുന്നേറ്റ് റോഡിലേക്ക് വന്നു നിന്നു. നേരം വെളുത്തു തുടങ്ങുന്നതേയുള്ളൂ. 2 വശത്തേക്കും നോക്കി. കണ്ണ് എത്തുന്നിടത്തൊന്നും വെളിച്ചമില്ല. തൻ്റെ സാധനങ്ങൾ എടുത്ത് വെച്ച് ബുള്ളറ്റ് എടുത്ത് കിഴക്ക് ദിശയിലേക്ക് പോയി. അരിച്ചിറങ്ങുന്ന ചെഞ്ചുവപ്പുള്ള ഗ്രാമവീഥിയിലൂടെ മുന്നോട്ട് പോയി. കുറച്ചു പോയതും ഒരു ചായക്കട കണ്ട് നിർത്തിയിറങ്ങി. മുന്നിലെ പൈപ്പിൽ നിന്ന് മുഖം കഴുകി കടയിലെ ബെഞ്ചിലിരുന്നു. ചായ അടിക്കുന്ന ചേട്ടൻ നിറപുഞ്ചിരിയോടെ ഒരു ചായ കൊടുത്തു. ചേട്ടാ, കുളത്തൂർ മഠം എവിടെയാ? ദേവി ചോദിച്ചതും ആ ചേട്ടൻ സംശയത്തോട് തിരിഞ്ഞു നോക്കി. കുളത്തൂർ മഠം എന്നാണോ പറഞ്ഞത്? കേട്ടത് ശരിയാണോ എന്നറിയാൻ ഒരിക്കൽ കൂടി ചോദിച്ചു. അതെ, അറിയില്ലേ? ചായ കുടിച്ച് മറുപടിയായി ദേവി ചോദിച്ചു. അറിയാം, അവിടെ തിരക്കി ആരും അങ്ങനെ വരാറില്ല. മോൻ എവിടെന്നാ? അവരുടെ ബന്ധുവോ മറ്റോ ആണോ? കണ്ടിട്ടില്ലാത്ത ആളായിരുന്നതിനാൽ മുന്നോട്ട് വന്ന ദേവിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു. ബന്ധുവല്ല, വേറെ ആവശ്യമായി വന്നതാ. ചെറിയൊരു ചിരിയാലെ മറുപടി കൊടുത്തു ദേവ്. അതെ ചേട്ടാ, ഇവിടെ അടുത്ത് താമസിക്കാൻ റൂം എന്തെങ്കിലും കിട്ടുമോ? ചായയുടെ കാശ് കൊടുക്കുന്നതിനൊപ്പം ചോദിച്ചുകൊണ്ട് ചുറ്റും നോക്കി ദേവ്. അങ്ങനെ റൂമൊന്നുമില്ല. ആരെങ്കിലും വീട് വാടകയ്ക്ക് കൊടുക്കും, അത്ര തന്നെ. അമ്പലം ഏറ്റെടുക്കുന്നതിനോ അന്വേഷണത്തിനോ വന്ന സർക്കാരാച്ച സാറാണോ? ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിൽ ചെറിയ പരുങ്ങലോടെ ആ ചേട്ടൻ സംസാരിച്ചു. ഏയ് അല്ലല്ല, ഞാൻ ഇന്നലെ വന്നതാ. എനിക്കൊന്ന് കുളിക്കണം. അടുത്ത് പുഴയോ കുളമോ എന്തേലും ഉണ്ടോ? ആ ചേട്ടൻ്റെ ചോദ്യം കേൾക്കെ പുഞ്ചിരിയാലെ പറഞ്ഞുകൊണ്ട് ബുള്ളറ്റിനടുത്തേക്ക് ദേവ് നടന്നു. ദാ ആ വഴിയിലൂടെ നടന്നാൽ ഒരു നീർച്ചാലുണ്ട്. അവിടെ കുളിക്കാം. ബാത്റൂം ഉപയോഗിക്കണമെങ്കിൽ ഈ കടയ്ക്ക് പിറകിലുണ്ട്. ആ ചേട്ടനും ബുള്ളറ്റിനടുത്തേക്ക് നിന്ന് പറഞ്ഞു.
ബാത്റൂമിൽ പോയി തിരികെ വന്നിട്ട് ബാഗിൽ നിന്ന് സോപ്പും തോർത്തും എടുത്ത് ഡ്രസ്സും എടുത്തിട്ട് ബാഗും വണ്ടിയും കടയുടെ അടുത്തേക്ക് വെച്ച് ആ മൺപാതയിലൂടെ നടന്നു. കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴേ കുട്ടികളുടെ കളിയും ബഹളവും കേൾക്കാം. ഒരു തിട്ടയിൽ നിന്ന് വെള്ളം വീണ് ചെറിയൊരു കുളം പോലെയായിട്ട് അതിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു കുഞ്ഞു തോട്. അവിടെയാണ് കുട്ടികൾ കളിക്കുന്നത്. മീൻപിടുത്തവുമായി ബഹളം വെക്കുകയാണ്. ദേവിനെ കണ്ടതും കുട്ടികൾ അവനെ തന്നെ നോക്കി. പരിചയമില്ലാത്തതിനാൽ അടക്കം പറഞ്ഞ് ചിരിച്ചവർ. ദേവ് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് തോർത്തെടുത്ത് ഡ്രസ്സ് മാറ്റി. അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു തകരത്തിൻ്റെ പാത്രം കൊണ്ട് കുളത്തിൽ നിന്ന് വെള്ളം കോരി കുളിച്ചു. തണുത്ത വെള്ളം തലയിൽ വീണതും ഉറക്കക്ഷീണവും യാത്രാക്ഷീണവും മാറി ഉന്മേഷമായി. കുട്ടികൾ അവനെ നോക്കിയിട്ട് അവരുടെ കളിയിലേക്കായി ശ്രദ്ധ. നന്നായി കുളിച്ചുകൊണ്ട് കയറി ഒരു മുണ്ടും ധരിച്ച് തലയും തുടച്ച് ഷർട്ടൊരു തോളിലിട്ടുകൊണ്ട് അഴിച്ചുവെച്ച ഡ്രസ്സും സോപ്പും എടുത്ത് തിരികെ നടന്നു. നേരം വെളുത്തു തുടങ്ങിയതിനാൽ റോഡിൽ ആളുകളുണ്ട്. ഒരു ഗ്രാമപ്രദേശമായതിനാൽ വയസ്സായവരാണ് കൂടുതലും. ബുള്ളറ്റിനടുത്തേക്ക് എത്തി ഡ്രസ്സൊക്കെ വെച്ചതും ആ ചേട്ടൻ കടയ്ക്ക് പുറത്തേക്ക് വന്നു. മോനെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ഇന്നലെ വന്നതല്ലേ, ഒന്നും കഴിച്ചിട്ടുണ്ടാകില്ലെന്നറിയാം. അവിടെ പോയാലും കഴിക്കാൻ കിട്ടുന്നത് കഷ്ടമാവും. ദേവ് കടയ്ക്കുള്ളിലേക്ക് കയറുന്നതുവരെ ആ ചേട്ടൻ അവിടെ നിന്നു. ആ മുഖത്ത് ഇപ്പോഴും പുഞ്ചിരിയുണ്ട്. ദേവ് കടയിലേക്ക് കയറി ഒരു ബെഞ്ചിലേക്കിരുന്നു. അവിടെ ഇരുന്നവരെല്ലാം അവനെ നോക്കുന്നുണ്ട്. ഒരു സ്റ്റീൽ പാത്രത്തിൽ പുട്ടും കടലക്കറിയും കൊണ്ടുവച്ചു. മോൻ പട്ടണത്തിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലായി. ഇവിടെ രാവിലെ കഴിക്കാൻ ആൾ കുറവാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള പലഹാരം കാണില്ല, ഇതേ ഉള്ളൂ. ആ ചേട്ടൻ പറഞ്ഞിട്ട് അടുത്ത് വന്ന ചേട്ടന് ചായ കൊടുക്കാൻ പോയി. ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ദേവ് കഴിച്ചു തുടങ്ങി. രാത്രിയിലും ഒന്നും കഴിക്കാത്തതിന് നല്ല വിശപ്പ് തോന്നിയിരുന്നു. എല്ലാം കഴിച്ചു കഴിഞ്ഞ് ചൂടുവെള്ളവും കുടിച്ചിട്ട് എഴുന്നേറ്റു. ദേവ് തൃപ്തിയായി കഴിക്കുന്നത് കണ്ട് കടയിലെ ചേട്ടനും ആശ്വാസമായി. കഴിച്ചതിന് കാശ് കൊടുത്ത് സംസാരിച്ചിട്ട് സന്തോഷത്തോടെ ദേവ് പുറത്തേക്ക് ഇറങ്ങി. ഷർട്ട് നേരെയിട്ട് തലമുടി കൈകൊണ്ട് ഒതുക്കി വെച്ച് വണ്ടിയിൽ കയറി ആ ചേട്ടനെ നോക്കി ചിരിച്ചിട്ട് മുന്നോട്ടെടുത്തു. ഒരു വലിയ ആഞ്ഞിലി മരത്തിനടുത്തു കൂടിയുള്ള വഴി. വണ്ടി പോകുന്ന വഴിയാണെങ്കിലും അധികം ഉപയോഗിക്കാത്തത് പോലെയുണ്ട്. 1-2 പേർ നടന്നു പോകുന്നുണ്ട്. ആ കടയിലെ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ആ വഴിയെ മുന്നോട്ട് പോയി. 1-2 വീടുകൾ കഴിഞ്ഞതും പിന്നെ ഏകാന്തത തന്നെ. വലിയ മരങ്ങളും വഴിയുടെ 2 വശങ്ങളിലും വലിയ ചെടികളും നീളൻ പുല്ലുകളും വളർന്നു നിൽക്കുന്നു. എല്ലാം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോയി. ഒരു വീഴാറായ പടിപ്പുരയുടെ മുന്നിൽ വണ്ടി നിർത്തി. തടികൊണ്ടുണ്ടാക്കിയ വാതിലാണെങ്കിലും ചിതൽ തിന്നിരിക്കുന്നു. വണ്ടിയിൽ നിന്നിറങ്ങി പടിപ്പുര വാതിൽ മെല്ലെ തുറന്നു. അതൊരു ശബ്ദത്തോടെ മലക്കെ തുറന്നു വന്നു. ബാക്കി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.